നന്ദുവിനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ദയായിരുന്നു അത്. അതല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. ഇനി വിമല സാറിനെ കാണണം. അനിവാര്യമായി ശിക്ഷ ഏറ്റുവാങ്ങുമ്പോഴും സത്യം അറിഞ്ഞ വിമലയുടെ മുഖം സാറിന് ഒരു ആശ്വാസമായിരിക്കും. ചെല്ലേ. സാർ, സാർ, ഹീസ് മിസ്സിംഗ്. പട്ടാഭി സാറേ, പട്ടാഭി സാറേ, പട്ടാഭി സാർ എവിടെയാ? ബെന്നി സാറേ, പട്ടാഭി സാർ എവിടെ? പട്ടാഭി സാർ എവിടെ? സാർ എവിടെയാ? കാര്യം പറ. പട്ടാഭി സാർ അന്ന് സംശയിച്ച് സത്യ എന്നെ അന്ന് കാണാൻ വന്ന ഒരു കുഴപ്പക്കാരൻ തന്നെയാ. എന്റെ പേരിൽ സ്ഥലം വാങ്ങിച്ചതും തലപ്പാറശ്ശേരിൽ കുഴപ്പമുണ്ടാക്കിയതൊക്കെ അവരാ. നാളെ കൃഷ്ണപുരം അമ്പലത്തിലെ ഏകദേശിയാ. ടെമ്പിൾ ടൗൺഷിപ്പിലേക്ക് ഇവിടുത്തെ ടാങ്കിന്റെ വെള്ളം സപ്ലൈ ചെയ്യണേ. ഇന്ന് രാത്രി വാട്ടർ ടാങ്കിൽ സൈനൈഡ് കലക്കാൻ അവർ പരിപാടി ഇട്ടിരിക്കുക. എന്നെ അവർ കസ്റ്റഡിയിൽ വെച്ചിരിക്കായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു വരാ. ഉടനെ അവരെ തടഞ്ഞില്ലെങ്കിൽ നാളെ ഏകദേശിക്ക് വരുന്ന 10,000-കണക്കിന് ആളുകൾ മരിക്കും. അതിന്റെ പേരിൽ നാട് മുഴുവൻ വർഗീയ കലാപം ഉണ്ടാവും. അത് തന്നെ അവരുടെ ഉദ്ദേശം. പട്ടാഭി സാർ എവിടെ? അടുക്കരുത്. അടുത്ത ഒരു നിമിഷം കൊണ്ട് എല്ലാം പൊട്ടി തകരും. തകർക്കടാ, തകർക്ക്. അത് തന്നെയാണ് എനിക്കും വേണ്ടത്. നീ ഇതിനകത്ത് കലക്കിയിരിക്കുന്ന വിഷം കഴിച്ച് 10,000-ങ്ങൾ മരിക്കരുത്. അവരുടെ മരണത്തിന്റെ പഴിവേറി പിന്നെയും 10,000-ങ്ങൾ തമ്മിൽ തല്ലിച്ചാകരുത്. അതുകൊണ്ട് നീ ഇത് തകർക്കണം. തകർത്തേ തീരൂ. എന്തേ പറ്റുന്നില്ലല്ലേ? തകർത്താൽ നിന്റെയും നിന്റെ ആളുകളുടെയും പദ്ധതി നടക്കില്ല. അതുകൊണ്ട് നീ തകർക്കില്ല. പക്ഷേ ഞാൻ തകർക്കും. എനിക്ക് തകർത്തേ പറ്റൂ. എന്താടാ ഇത്? എന്നായാലും അറിയേണ്ടതല്ലേ? ഇങ്ങനെയൊക്കെ നന്നായെന്ന് വിചാരിച്ചാൽ മതി. വിഷമിക്കണ്ടാ.
നീ വിചാരിക്കുമ്പോൾ അത്ര വലിയ ശിക്ഷയൊന്നും ഉണ്ടാവില്ല. ഇറ്റ് വിൽ ബി ഓൺലി എ ഫോർമാലിറ്റി. എന്റെ നശിച്ച വെള്ളോടി ഇതൊക്കെ കാരണം എന്ന് വിചാരിച്ച് വെള്ളോടി നിർത്തുകയൊന്നും വേണ്ട. 2 എണ്ണം അടിച്ചില്ല പിന്നെ നീ എന്തിനും ഉള്ളടാ. പക്ഷേ ഒരു ലിമിറ്റ് വേണം കേട്ടാ. അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല. നീ വേണം അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ. ഇത്തവണ അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമെന്ന് വിചാരിച്ചതാ. പാവം, നീ ഇടയ്ക്ക് അമ്മയിപ്പം ഒന്ന് കാണണം. കരയല്ലേ? വന്നത് നന്നായി. പോകുന്നതിന് മുമ്പ് കാണാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് കരുതിയിരിക്കുകയായിരുന്നു. വിമലയുടെ മുന്നിൽ നാടകം കളിച്ചതും എല്ലാം മറച്ചു വെച്ചതും ശിക്ഷ ഭയന്നോ കുറ്റബോധം കൊണ്ടോ അല്ല. ധീരനായിരുന്നു നന്ദു. അവന്റെ വീരമരണം ദയാവധമെന്ന് പറഞ്ഞ് നിസ്സാരമാക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാ. നന്ദുവിന്റെ വിധവയാണ് വിമലൻ പറഞ്ഞപ്പോൾ ആദ്യം എനിക്കൊരു ഷോക്കായിരുന്നു. എല്ലാം തുറന്നു പറയണമെന്ന് തന്നെയാണ് കരുതിയത്. പക്ഷേ ഒരു ദുരന്തത്തെ പുഞ്ചിരിയോടെ നേരിടുന്ന വിമലയെ കണ്ടപ്പോൾ വീണ്ടും വിഷമിപ്പിക്കാൻ തോന്നിയില്ല. കാലം 6 മാസങ്ങൾ കൂടി പിന്നിട്ടപ്പോൾ കുറ്റവിമുക്തിയുടെ പുണ്യസ്നാനം കഴിഞ്ഞ് തിരിച്ചെത്തിയ പട്ടാഭിരാമന് പുതിയ കർമ്മകാണ്ഡത്തിലേക്ക് യാത്ര തുടരേണ്ടി വന്നു. അകലെ തന്നെ കാത്തിരിക്കുന്ന ദൗത്യത്തിന്റെ ഭൂമികയിലേക്ക് പുറപ്പെട്ട അയാൾക്ക് നെഞ്ചുരുകി യാത്രാമൊഴി പറഞ്ഞു പൊന്നാരിമംഗലം.